ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ കാഷ്വൽ വ്ളോഗിൽ മാത്രം ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. എല്ലാവരും ഞാനാണ് ആ ഓട്ടോ ഡബ്ബിങ് ഇട്ടിരിക്കുന്നത് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഓൾറെഡി അതിനെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീണ്ടും അത് കാണേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയാണ് ഓട്ടോ ഡബ്ബിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ അതപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ ട്രാക്ക് എന്നുള്ളതിൽ ഇംഗ്ലീഷിൽ കിടക്കുന്നത് കൊണ്ടാണ് അതിനെ ഒന്ന് മാറ്റിയിട്ട് മലയാളം ഒറിജിനൽ എന്നാക്കിയാൽ നമ്മൾ സിനിമാ തിയേറ്ററിലേക്ക് എത്തി. കണ്ടോ, കിച്ചുവിന്റെ പഴയ സ്കൂളിലെ ഫ്രണ്ട്സ്. ഇപ്പോഴും അവരായിട്ടാണ് കൂടുതൽ ക്ലോസ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ സെറ്റിങ്ങിൽ പോയിട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ചിലവർക്ക് അത് കാണുന്നുണ്ട് ഇപ്പോഴും, എന്നാലും കാണുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിങ്ങിൽ പോയിട്ട് മലയാളം ഒറിജിനൽ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് ഒറിജിനൽ ട്രാക്കായിട്ടുള്ള രീതിയിൽ വരും. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് പേർക്ക് കാണുന്നു എന്നുള്ള പരാതിയാണ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത് ഇടുകയാണ്. ഇനി വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് അബുദാബിയിലുള്ള ബാബ്സ് ഹിന്ദു മന്ദിറിലേക്കാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, വലിയ ഹിന്ദു ടെമ്പിൾ അബുദാബിയിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇതുവരെയ്ക്കും പോകാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എല്ലാവരും എപ്പോഴും പറയണ മാതിരി അവിടെയുള്ള ദൈവങ്ങളും കൂടി വിചാരിക്കണം നമ്മൾ വരണമെങ്കിൽ എന്ന് പറയില്ലേ. ഇന്ന് എല്ലാവർക്കും ആ ഒരു സമയം ഒത്തുകൂടിയിട്ടുണ്ട്. വരൂ, നമുക്കൊന്ന് പോവാം. അവിടെ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. പിന്നെ പോയവർക്കറിയാം, പോകാൻ ഉദ്ദേശിക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് വിസിറ്റിങ്ങിന്റെ ആ ഒരു സ്ലിപ്പ് നമ്മൾക്ക് വാങ്ങിക്കണം, ആ ടിക്കറ്റ് വാങ്ങിക്കണം. അതല്ലാതെ അവര് വിടില്ല. പിന്നെ ആരതിയുടെ സമയം 6:30, പിന്നെ 5:30, 6:30 ഒക്കെയാണ്. അപ്പോൾ ഇന്ന് ഹോളിഡേ ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ വീക്കെൻഡ്സിന്റെ ഇതിലാണ് പോകുന്നത്. മിക്കവാറും 6:30 ആയിരിക്കും ആരതി. അത് ഗംഗാ ആരതി. അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ വരൂ, നമുക്ക് ഒന്ന് അമ്പലത്തേക്ക് പോയിട്ട് വരാം. അപ്പോൾ വരൂ, നമുക്ക് പോവാം അബുദാബിയിലേക്ക്. വീട്ടിൽ നിന്ന് 1.5 hours ആയിരുന്നു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. ഇത് എൻ്റെ യൂഷ്വൽ ഡ്യൂട്ടി ചെയ്യാൻ പോകുന്ന സമയത്തുള്ള റൂട്ടാണ്. ഞാനിത് ക്രോസ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. സോ അന്ന് നമ്മൾ പോയ ദിവസം നമുക്കൊരു ഒഴിവ് ദിവസമായിരുന്നു. ആൻഡ് എക്സ്പെക്റ്റഡ് പോലെ തന്നെ സൂപ്പർ ക്യൂ ആയിരുന്നു എന്ന് പറഞ്ഞാൽ സൂപ്പർ തിരക്കായിരുന്നു. നമ്മൾക്ക് ഇവിടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിസിറ്റ് രജിസ്ട്രേഷൻ എന്തായാലും നമ്മൾ ചെയ്യാതെ പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടതെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാതെ എമിറേറ്റ്സ് ഐഡിയും ക്യാരി ചെയ്തോളൂ. നിങ്ങൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാതെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ തഞ്ചാവൂരിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, ആ ഒരു ബ്യൂട്ടി അറ്റ് ദ ബെസ്റ്റ്. ആ ഒരു മനസ്സമാധാനം, അതായത് അമ്പലത്തിൽ പോയി തൊഴുകുന്ന ആ ഒരു മനസ്സമാധാനം, അതൊന്ന് വേറെ ലെവൽ തന്നെയാണ്. അതും പ്രത്യേകിച്ചിട്ട് നമ്മൾ മിഡിൽ ഈസ്റ്റ് പോലുള്ള രീതിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് പോയിട്ട് സമാധാനമായിട്ടൊന്ന് തൊഴുകണം എന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ ജബലലി ഉണ്ടെങ്കിലും ബാബ്സിൽ വന്ന് തൊഴുകാൻ പറ്റിയില്ല എന്നുള്ളത് 2024 ഫെബ്രുവരി 14 ഇത് തുറക്കുന്നത്. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും നമുക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇപ്രാവശ്യമാണ് നമ്മൾ പോയി തൊഴുതത്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താ കൊത്തുപണി, ആൻഡ് ദ വേ ദേ ഹാവ് മെയിൻറ്റെയിൻഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയോ, നമ്മൾ കാണുന്ന സമയത്ത് ഇതേ ആൾക്കാർ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എത്ര വൃത്തികേടാക്കും. ഇവിടെ ചിട്ടാന്ന് പറഞ്ഞാൽ, റൂൾ എന്ന് പറഞ്ഞാൽ അതുപോലെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ആൾക്കാർ. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം വൃത്തികേട്, അവിടെ മുഴുവൻ ചുണ്ണാമ്പ് തേച്ചിട്ടുണ്ടാവും ഇല്ലേ. നേരെ മറിച്ച് ഇവിടെ കാണണം, ഓരോ സ്ഥലവും എന്ത്
ക്ലീനായിട്ട് അറിയോ അവർ വെച്ചിരിക്കുന്നത്. ആൻഡ് 8 മണി വരയ്ക്കും, രാവിലെ 9 മണി തൊട്ട് 8 മണി വരയ്ക്കുമാണ് തുറന്നിരിക്കുന്നത്. രാത്രി നടന്ന് ചുറ്റി കാണണം എന്നുണ്ടെങ്കിൽ സമയം എടുത്തിട്ട് തന്നെ പൊക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് സമയം എടുത്ത് തന്നെ നിങ്ങൾക്ക് ചുറ്റി കാണാനും ആരതിക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഗംഗാ ആരതിക്കുള്ളതും നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഉള്ളിൽ നമുക്ക് കാണിക്കാൻ അനുവാദമില്ല. വീഡിയോസ് ആൻഡ് ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ് ആണ്. എന്നാലും ഞാനിതാ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിലും ഉള്ളിൽ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. രാജസ്ഥാൻ മാർബിളിൻ്റെ കൊത്തുപണിയുടെ വേറെ ലെവലിലേക്കായിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 7:30 ആരതിക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. വീക്ക് ഡേയ്സിൽ ആരതി 6:30 മറ്റേ ബാക്കിയുള്ള വീക്കെൻഡ്സിലും ഹോളിഡേയ്സിലും 2 ആരതിയുണ്ട്, 6:30 ആൻഡ് 7:30. നമ്മൾ 7:30 എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഇതിലേക്ക് എന്താണ് പറയുക, അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് നമ്മൾ മനുവും കിച്ചുവും കൂടിയിട്ട് താമരയുടെ വിളക്ക് വിടുന്ന ആ ഒരു ഇതായിരുന്നു, ചടങ്ങായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഗംഗാ ആരതിയുടെ പാട്ട് വെച്ച് തരും. അത് കഴിഞ്ഞ് നമ്മൾ ഗംഗാ ആരതി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ കണ്ണേട്ടനും ഞാനും ചെയ്തു, പിന്നെ കണ്ണേട്ടനും മക്കളും ചെയ്തു, പിന്നെ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വൈകിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പോയി എല്ലാം തൊഴുതു. കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ മനുവിൻ്റെ സർജറിയെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് വരുന്ന സമയത്ത് മോൻ്റെ സർജറി കഴിഞ്ഞു. ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അവൻ സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. മേജർ സർജറി ആയിരുന്നു അവൻ്റെ ലിഗ്മെൻറ്റ് ടയറിന്. അപ്പോൾ ASL ടയർ ആയിരുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി വരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. അതിനു മുമ്പ് സർജറിക്ക് മുമ്പ് എനിക്ക് അവനെ കൊണ്ടുവന്ന് തൊഴിയിക്കണം എന്നുള്ളത് എന്തായാലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് നമ്മൾ പോവാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതെല്ലാം തൊഴുതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അവിടെ തന്നെ പോയിട്ട് അവിടെ ഓർക്കിഡ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഫുഡ് കോർട്ടാണ്. അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഞാൻ ആസ് യൂഷ്വൽ അവിടെ പ്രസാദത്തിൻ്റെ ഇതിൽ ഞാൻ ഇഡ്ഡലി ആൻഡ് ചട്നി സാമ്പാറാണ് കഴിച്ചത്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമുള്ളതാണ് വാങ്ങിച്ചിട്ട് വരുന്നുണ്ടായിരുന്നത്. കിച്ചാപ്പു ഫ്രൈഡ് റൈസ് ആൻഡ് വെജ് മഞ്ചൂരിയാനാണ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ണേട്ടൻ സാൻഡ്വിച്ചാണ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മനു എന്താണ് പറയുക, നമ്മുടെ പാവ് ആൻഡ് ചോലെ ഇതാണ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഈവനിങ് എന്ന് പറയണമെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സമാധാനമായിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. മോൻ്റെ സർജറിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവിടെയും കൊണ്ടുപോയി തൊഴുത് അവനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച ഒരു സമാധാനത്തോട് കൂടിയിട്ടായിരുന്നു ഞങ്ങൾ അന്ന് റിട്ടേൺ ആയത്. ഏകദേശം ഒരു 11:30 ആയപ്പോഴാണ് ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് സമാധാനത്തോട് കൂടിയിട്ട് റിട്ടേൺ ആയത്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം. നിങ്ങളും പ്ലാൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, പോയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ മാതിരി വൈകിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പോയി കാണേണ്ടത് തന്നെയാണ്. സമയമെടുത്ത് പോവുക. സൂപ്പർബ് എന്ന് പറഞ്ഞാൽ സൂപ്പർബ്. തൊഴുത് സമാധാനത്തോടു കൂടിയിട്ട് വരാം.